സുഹൃത്തുക്കളെ നമസ്കാരം. അജൻ അമരോ എഴുതിയ ഫൈൻഡിങ് ദ മിസ്സിംഗ് പീസ് എന്ന പുസ്തകത്തിൻ്റെ മലയാള പരിഭാഷയാണ് ഈ വീഡിയോയിലുള്ളത്. എങ്ങനെ ധ്യാനിക്കാം എന്ന് ഈ പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ പുസ്തകത്തിൽ 5 അധ്യായങ്ങളാണ് ഉള്ളത്. ഓരോ അധ്യായത്തിൻ്റെയും അവസാനം ധ്യാനത്തിൻ്റെ വിവരണമുണ്ടാകും. അതിനുശേഷം ചോദ്യോത്തരങ്ങളും ഉണ്ടാകും. ആദ്യമായിട്ട് ആമുഖം. കാലിഫോർണിയയിലെ മെൻഡോസിനോ എന്ന സ്ഥലത്ത് 2002 6 ആഴ്ച നീണ്ടു നിൽക്കുന്ന തുടക്കക്കാർക്ക് ഉള്ള ധ്യാനത്തിൻ്റെ വിധികളാണ് ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ധ്യാനങ്ങളുടെ തത്വങ്ങളും അതേപോലെ തന്നെ വിചാരങ്ങളും ബുദ്ധത്തിൽ തന്നെ ഉള്ളതാണ്. എന്നാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന ധ്യാനങ്ങൾ ബുദ്ധിസ്റ്റുകൾക്ക് മാത്രമുള്ളതല്ല, എല്ലാവർക്കും കൂടി ഉള്ളതാണ്. ഈ അധ്യായങ്ങളിൽ പറഞ്ഞിട്ടുള്ള ലളിതമായിട്ടുള്ള അഭ്യാസക്രമങ്ങളും വിധികളും ഒരു വ്യക്തിയുടെ ജീവിതം കൂടുതൽ ശാന്തമാക്കാൻ സഹായിക്കും. മറ്റുള്ളവരെയും നമ്മളെ തന്നെയും കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. ഈ ജീവിതത്തിൽ കുറച്ചുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കാൻ നമ്മളെ സഹായിക്കും. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള ധ്യാനവിധികളെയും തത്വങ്ങളെയും ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കും. ഒരു വ്യക്തി മാനവവാദിയാണെങ്കിലും ക്രിസ്ത്യനാണെങ്കിലും കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും ബുദ്ധിസ്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസത്തെ പിന്തുടരുന്ന വ്യക്തിയാണെങ്കിലും ആ വ്യക്തിക്ക് ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ സ്വന്തം ജീവിതത്തിൽ പകർത്താൻ സാധിക്കും. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ബുദ്ധിസമാണ് ഏറ്റവും നല്ലത് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാൻ ആയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ നിന്നും അവരെ വ്യതിചലിപ്പിക്കുവാനും ഉള്ളതല്ല. ആ വിശ്വാസം ക്രിസ്ത്യാനിറ്റി ആയിക്കോട്ടെ, ജുദായിസം, ഇസ്ലാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആധ്യാത്മിക പാതകളായിക്കോട്ടെ, അതിൽ നിന്ന് ആരെയും വ്യതിചലിപ്പിക്കാനുള്ളതല്ല ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. മാത്രമല്ല ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് എല്ലാവരെയും ബുദ്ധിസ്റ്റ് ആക്കണം എന്നുള്ളതും അല്ല. ഈ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ള വിധികളും അതേപോലെ തന്നെ തത്വങ്ങളും ഏതൊരു വ്യക്തിക്കും സ്വന്തം ജീവിതം കുറച്ചുകൂടി നന്നാക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. ഈ പുസ്തകത്തിൻ്റെ ഉദ്ദേശം എന്നുള്ളത് എല്ലാവർക്കും സ്വീകാര്യമായിട്ടുള്ള രീതിയിൽ തത്വങ്ങളെ വിവരിക്കുക എന്നുള്ളതാണ്. മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം എന്നാൽ എന്താണ്? എല്ലാവർക്കും ധ്യാനത്തെപ്പറ്റി പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട്. അത് സ്വന്തം അനുഭവത്തിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും സ്വാധീനിച്ചിട്ടുള്ളതായിരിക്കാം. ഉദാഹരണമായിട്ട് ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൂർവ്വജീവിതങ്ങളെ കാണുക, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മനസ്സിനെ പഠിക്കുക, അല്ലെങ്കിൽ മനസ്സിന് വളരെ സുഖകരമായിട്ടുള്ള അവസ്ഥയിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ വളരെ സുന്ദരമായിട്ടുള്ള ഒരു തലത്തിൽ ഇരിക്കുക. അതുമൂലം നമ്മൾക്ക് തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് അല്പം വിശ്രമിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള വിശ്വാസങ്ങളാണ് പലർക്കും ഉള്ളത്. ചിലർക്ക് ഇത്തരം ഉള്ള ഒരു വിശ്വാസമുണ്ട്: ധ്യാനം മൂലം ശരീരഭാരത്തെ കുറയ്ക്കാൻ സാധിക്കും, അല്ലെങ്കിൽ ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവരെ സുഖപ്പെടുത്താനുള്ള ശക്തി നമുക്ക് ലഭിക്കും, അല്ലെങ്കിൽ ധ്യാനം മൂലം നമ്മൾക്ക് വളരെ ആകർഷകമായിട്ടുള്ള വ്യക്തിത്വം ഉണ്ടാകും. അതുമൂലം നമ്മൾ പാർട്ടിയിൽ പോകുന്ന സമയത്ത് ആൾക്കാർ അത്ഭുതത്തോടുകൂടി നമ്മളെ നോക്കിയിരിക്കും. ടെലിവിഷൻ ഷോകളിൽ ഇത്തരം കാര്യങ്ങളെ ചർച്ച ചെയ്യുന്നത് നമ്മൾ കണ്ടിരിക്കാം. അതുമൂലം നമ്മൾക്ക് അതിനെപ്പറ്റി ഉള്ള ഒരു ധാരണ ഉണ്ടാകും. അതിനാൽ ഇനി പറയുന്ന കാര്യങ്ങൾ ഈ കാര്യങ്ങളെ കുറിച്ച് വ്യക്തമാക്കാനാണ്. ഞാൻ അഭ്യസിച്ചിട്ടുള്ള ബുദ്ധപരമ്പരയിൽ ധ്യാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തരം കാര്യങ്ങൾ ഒന്നും തന്നെയല്ല. തീർച്ചയായിട്ടും ചില ആൾക്കാർക്ക് അവരുടെ മനസ്സിനെ വളരെയധികം ഏകാഗ്രമാക്കാൻ സാധിക്കും. അതുമൂലം അവരുടെ മനസ്സിൽ ചില ദർശനങ്ങൾ ഉയരുന്നതാണ്. അവർക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ വായിച്ചറിയാൻ സാധിക്കും, അല്ലെങ്കിൽ അതേപോലെയുള്ള മറ്റു പല അനുഭവങ്ങളും അവർക്ക് ഉണ്ടാകും. എന്നാൽ എൻ്റെ ഗുരുവായ അജൻ ഷാ ഇത്തരം അനുഭവങ്ങളിൽ നിന്ന് ഞങ്ങളെ വിമുഖരാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഒരു കാര്യം ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട്: ബുദ്ധൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ ധ്യാനത്തെ നമ്മൾ സമീപിക്കണം, അതേ തരത്തിൽ നമ്മൾ ധ്യാനത്തെ അഭ്യസിക്കണം. അതുമൂലം നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ ശാന്തിയും വ്യക്തതയും കൈവരും. നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അതുമൂലം ഈ ലോകത്തിൽ കുറച്ചുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കാൻ നമ്മൾക്ക് പഠിക്കാനും സാധിക്കും.
ധ്യാനത്തിനോടുള്ള ഈ തരത്തിലുള്ള സമീപനം കുറച്ചുകൂടി പ്രായോഗികമാണ്. ധ്യാനത്തിനായി നമ്മളെ പ്രേരിപ്പിക്കുന്ന ഘടകം ഇതായിരിക്കണം. ഇനിയുള്ള അധ്യായങ്ങളുടെ പിന്നിലുള്ള ഉദ്ദേശം എന്നുള്ളത് ധ്യാനം എന്നാൽ എന്താണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ശാന്തി, പ്രജ്ഞ, അറിയൽ ഇവയെല്ലാം കൂടിക്കലർന്നിട്ടുള്ള കാര്യങ്ങളാണ് ഈ ധ്യാനം എന്ന് പറയുന്നത്. ഏതെങ്കിലും പ്രത്യേക തരത്തിലുള്ള കഴിവുകളെ വളർത്തുക എന്നുള്ളതല്ല ഈ അധ്യായങ്ങളുടെ ഉദ്ദേശം. കൂടാതെ ഈ 6 അധ്യായങ്ങളും പൂർത്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതൽ സൗന്ദര്യമുള്ളവരും ശോഭയുള്ളവരും ആകർഷണമുള്ളവരും എല്ലാ കടങ്ങളിൽ നിന്നും മുക്തരാകും എന്നുള്ള ഒരു ഉറപ്പും നമ്മൾ തരുന്നില്ല. എന്നാൽ ഈ പറയുന്ന അധ്യായങ്ങളെ നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി നന്നായിട്ട് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കുറച്ചുകൂടി ശാന്തതയോടുകൂടി നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമ്മളുടെ കുടുംബത്തോട് വളരെ നല്ല രീതിയിൽ ഇടപഴകാൻ നമ്മൾക്ക് സാധിക്കും. നമ്മളുടെ കർമ്മ മേഖലയിൽ കുറച്ചുകൂടി കാര്യക്ഷമമാകാൻ നമ്മളെ സഹായിക്കും. ജീവിതം എന്താണോ അതിനെപ്പറ്റി മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കും. അങ്ങനെ ഒരു മാറ്റം നമ്മുടെ ഉള്ളിലും പുറത്തും ഈ ധ്യാനം മൂലം നമ്മൾക്ക് ഉണ്ടാകും. ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറച്ചുകൂടി നല്ല രീതിയിൽ നമ്മൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൂടാതെ ജീവിതത്തോട് കുറച്ചുകൂടി ഐക്യത്തോടുകൂടി ജീവിക്കാനും നമ്മൾക്ക് സാധിക്കും. അതാണ് യഥാർത്ഥ മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനത്തിൻ്റെ ഉദ്ദേശം. വരുന്ന അധ്യായങ്ങളിൽ ധ്യാനത്തെപ്പറ്റിയുള്ള ഉദ്ദേശവും ഇതുതന്നെയാണ്. ഈ പുസ്തകത്തെയും അതേപോലെ തന്നെ ഇതിലുള്ള അധ്യായങ്ങളെയും നമ്മൾക്ക് എങ്ങനെ ഉപയോഗിക്കാം? ഈ 6 അധ്യായങ്ങളും ക്രമമായിട്ടുള്ള ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ് ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ളത്. ഓരോ അധ്യായവും അടുത്ത അധ്യായത്തോട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഓരോ അധ്യായത്തിനും അതിൻ്റേതായിട്ടുള്ള സ്വന്തം നിലനിൽപ്പും ഉണ്ട്. അതിനാൽ നമ്മൾ ഏതെങ്കിലും ഒരു അധ്യായം പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾക്ക് കാര്യമായിട്ടുള്ള ഒന്നും തന്നെ നഷ്ടപ്പെടാനില്ല. ഏതെങ്കിലും ഒരു നോവലിലെ 3 അധ്യായങ്ങൾ നമ്മൾ പഠിച്ചിട്ടില്ല എങ്കിൽ നമ്മൾക്ക് ആ നോവലിൻ്റെ കഥ പൂർണ്ണമായിട്ട് മനസ്സിലാകുകയില്ല. എന്നാൽ ഇതിലെ ഓരോ അധ്യായങ്ങളും സ്വതന്ത്രമായിട്ടുള്ള നിലനിൽപ്പുള്ളതാണ്. അതിൻ്റേതായിട്ടുള്ള സ്വന്തം നിർദ്ദേശങ്ങളും പഠനങ്ങളും സ്വന്തം ഗുണങ്ങളെ വളർത്താൻ സഹായിക്കുന്നതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു അധ്യായത്തെ ഒഴിവാക്കുകയാണെങ്കിൽ പിന്നീട് നമ്മൾക്ക് ആ അധ്യായത്തിലേക്ക് തിരിച്ചു പോകാവുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും നമ്മൾക്ക് നഷ്ടപ്പെടുന്നില്ല. എന്നിരുന്നാലും ക്രമേണ ഈ അധ്യായങ്ങളിലൂടെ പോകുന്നത് സ്വന്തം ഉയർച്ചയ്ക്ക് വളരെ നല്ലതാണ്. ഏതെങ്കിലും സ്ഥലത്ത് നമ്മൾ വിട്ടുപോയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾക്ക് പിന്നീട് മനസ്സിലാക്കാനും സാധിക്കും. ഇതിൽ നിന്ന് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. ബുദ്ധിസ്റ്റിൻ്റെ പ്രധാനപ്പെട്ട ഒരു തത്വം എന്നുള്ളത് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ അതേപോലെ തന്നെ എടുക്കണം, അതേപോലെ തന്നെ വിശ്വസിക്കണം എന്നുള്ളതല്ല. ബുദ്ധൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഈ പഠനങ്ങളെ നമ്മൾ സ്വയം അന്വേഷിച്ച് കണ്ടെത്തണം. എന്നിട്ട് നമ്മൾ സ്വയം അവയെ ഉപയോഗിക്കണം. നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാണോ എന്ന് നമ്മൾ സ്വയം നോക്കണം. ഈ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാണെങ്കിൽ, അവ കൊണ്ട് നമ്മൾക്ക് ഗുണമുണ്ടാകുകയാണെങ്കിൽ അവയെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കണം. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമല്ല, അവയ്ക്ക് യാതൊരുവിധ അർത്ഥവുമില്ല, നമ്മൾക്ക് അത് തെറ്റായിട്ടാണ് തോന്നുന്നത് എങ്കിൽ നമ്മൾ അവയെ സ്വീകരിക്കേണ്ടതില്ല, നമ്മൾ അവയെ തള്ളിക്കളയണം. ഇനി പറയുന്ന അധ്യായങ്ങൾ ഈ കാര്യത്തെ മുൻനിർത്തിയിട്ടാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. ഇവയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് സഹായകരമാണ്, ഗുണകരമാണ് എങ്കിൽ ദയവ് ചെയ്ത് അവയെ എടുക്കുക, എന്നിട്ട് ഉപയോഗിക്കുക. ഈ പറയുന്ന അധ്യായങ്ങളിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഗുണകരമല്ല, ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ്, ഉപയോഗം ഇല്ലാത്തതാണ് എങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ഉടൻ തന്നെ ഉപേക്ഷിക്കുക. അജൻ അമരോ, അമരാവതി ബുദ്ധിസ്റ്റ് മൊണാസ്ട്രി, 2019.